ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 59-ാം സൂറത്തും 28-ാം ജുസ്ഇൽ ആകെയുള്ള 9 സൂറത്തുകളിൽ രണ്ടാമത്തെ സൂറത്തുമായ സൂറ അൽ ഹഷ്ർ കഴിഞ്ഞ 23 ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കി. ഇന്ന് ഈ സൂറത്തിൻ്റെ അവലോകന ക്ലാസ്സാണ്. രണ്ടാമത്തെ ആയത്തിൽ വന്ന അൽ ഹഷ്ർ എന്ന പദമാണ് ഈ സൂറത്തിൻ്റെ പേര്. ഹഷ്ർ എന്ന് പറഞ്ഞാൽ തുരത്തി ഓടിക്കൽ, നാടുകടത്തൽ, ഒരുമിച്ച് കൂട്ടൽ, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അൻ നളീർ അല്ലെങ്കിൽ ബനു നളീർ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ സൂറത്തിന് അൻ നളീർ എന്ന് പേര് പറഞ്ഞത്. നളീർ എന്നത് ഈ സൂറത്തിൽ പരാമർശിച്ച ഗോത്രത്തിൻ്റെ പേരാണ്. ഈ സൂറത്തിൽ 24 ആയത്തുകളാണുള്ളത്. 24 ആയത്തുകൾ മാത്രമുള്ള ഒരേ ഒരു സൂറത്താണ് ഇത്. ഈ സൂറത്ത് മദീനയിൽ അവതരിച്ച സൂറത്താണ്, അതായത് മദനിയ ആണ്. ഈ സൂറത്തിൽ 3 റുക്കൂഴുകൾ ആണുള്ളത്. ഒന്നാം റുക്കൂഴിൽ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളും, രണ്ടാം റുക്കൂഴിൽ 11 മുതൽ 17 വരെയുള്ള ആയത്തുകളും, മൂന്നാം റുക്കൂഴിൽ 18 മുതൽ 24 വരെയുള്ള ആയത്തുകളുമാണുള്ളത്. എന്താണ് റുക്കൂ എന്ന് ഈ സൂറത്തിലെ ആദ്യ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ല. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ബദർ യുദ്ധത്തെക്കുറിച്ച് സൂറത്തുൽ അൻഫാൽ അവതരിച്ച പോലെ നളീർ ഗോത്രത്തെ നാടുകടത്തിയതിനെക്കുറിച്ച് സൂറ അൽ ഹഷ്ർ അവതരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സൂറത്തിൻ്റെ തുടക്കം തസ്ബീഹ് കൊണ്ടാണ്. സുബ്ഹാന, സബ്ബഹ, യുസബ്ബിഹു, സബ്യഹ് എന്നിങ്ങനെയുള്ള തസ്ബീഹിൻ്റെ പദങ്ങൾ കൊണ്ട് തുടങ്ങുന്ന 7 സൂറത്തുകളെ അൽ മുസബ്ബിഹാത്ത്, അതായത് തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്നവ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അൽ മുസബ്ബിഹാത്തിൽപ്പെട്ട സൂറത്താണ് ഈ സൂറത്ത്. സൂറ അൽ ഇസ്രാഇൻ്റെ തുടക്കം സുബ്ഹാന എന്നും, അൽ ഹദീദ്, അൽ ഹഷ്ർ, അസ്വഫ് എന്നീ സൂറത്തുകളുടെ തുടക്കം സബ്ബഹ എന്നും, അൽ ജുമുഅ, അത്തഗാബുൻ, അൽ അഅല എന്നീ സൂറത്തുകളുടെ തുടക്കം സബ്യഹ് എന്നുമാണ്. ഈ സൂറത്തുകളാണ് അൽ മുസബ്ബിഹാത്തിൽപ്പെടുന്ന സൂറത്തുകൾ. നളീർ ഗോത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദീനയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. ഇതാണ് ഈ സൂറത്തിലെ പ്രധാന വിഷയം. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലവും ഇതാണ്. ഈ സൂറത്തിലെ അവസാന 3 ആയത്തുകൾക്ക് അല്ലെങ്കിൽ ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്തിന് പ്രത്യേകമായ പുണ്യമുണ്ടെന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ്. അതായത് 3 പ്രാവശ്യം അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയ ശേഷം ഈ സൂറത്തിലെ അവസാന 3 ആയത്തുകൾ അല്ലെങ്കിൽ ലൗ അൻസല്ല എന്ന് തുടങ്ങുന്ന ആയത്ത് പ്രഭാതത്തിൽ പാരായണം ചെയ്താൽ അള്ളാഹു 70,000 മലക്കുകളെ അയച്ച് വൈകുന്നേരം വരെ അവന് അനുഗ്രഹം ചൊരിയും. അങ്ങനെ അവൻ അന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഷഹീദിൻ്റെ കൂലി കിട്ടും. ഇനി ഒരാൾ വൈകുന്നേരം ചൊല്ലിയാലും ഇതേപോലെ കിട്ടും എന്ന് പറയുന്ന ഹദീസ് വളരെ ദുർബലമാണ്. സുബ്ഹി നിസ്കാരത്തിൽ ഈ സൂറത്ത് ചൊല്ലുന്നതിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതിയിരുന്നു എന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും അതൊരു ഹദീസല്ല. അത് അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിരുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു സൂറത്ത് മനസ്സിലാക്കുന്നതിന് മുമ്പായി ഈ ഒരു നളീർ ഗോത്രത്തിൻ്റെ ചരിത്രം ഒരല്പം മനസ്സിലാക്കൽ ആവശ്യമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ കേൾക്കുന്ന മദീന എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പഴയ പേര് യസ്രിബ് എന്നായിരുന്നു. ആ ഒരു സ്ഥലത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വന്നത്, മക്കയിൽ നിന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തുന്ന സമയത്ത് അവിടെ പ്രധാനമായും 5 ഗോത്രങ്ങളുണ്ടായിരുന്നു. ഒന്ന് നളീർ ഗോത്രം, മറ്റൊന്ന് ഖൈനുഖാ ഗോത്രം, മറ്റൊന്ന് ഖുറൈള ഗോത്രം, പിന്നെ ഹൗസ്, ഖസ്റജ് ഗോത്രങ്ങൾ. ഇങ്ങനെ ഈ ഒരു 5 ഗോത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ ഗോത്രങ്ങൾ പരസ്പരം പോരടിക്കുകയും വളരെയധികം മോശമായ രൂപത്തിൽ ജീവിക്കുകയും ചെയ്തിരുന്നൊരവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്നത്. പലിശയൊക്കെ വളരെയധികം വ്യാപകമായി അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാം, അവിടെ അൻസാരികളുണ്ട്, മുസ്ലിങ്ങൾ കുറേയുണ്ട്. ആ ഒരു മുസ്ലിങ്ങളുടെ നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഗോത്രങ്ങളുമായിട്ടൊരു കരാറുണ്ടാക്കി. എന്തിനായിരുന്നു ആ കരാർ? എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു.
മറ്റൊരാളെയും ആക്രമിക്കാതെ, തെറ്റായ രൂപത്തിലുള്ള ജീവിതങ്ങളില്ലാതെ, പലിശയൊന്നുമില്ലാതെ, ഇനി പുറമേ നിന്ന് മറ്റേതെങ്കിലും രാജ്യം അവരുടെ ആ ഒരു പ്രദേശത്തെ ആക്രമിക്കുകയാണെങ്കിൽ, ആ നാടിനെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കും. അങ്ങനെ ആ ഒരു തരത്തിലൊക്കെയുള്ള വളരെ നല്ല ഒരു കരാർ ഉണ്ടാക്കി. ആ കരാറിൽ എല്ലാവരും പങ്കുകൊണ്ടു. പക്ഷേ പിന്നീട് സംഭവിച്ചത്, ഇവർ ഈ ഗോത്രങ്ങൾ ഈ കരാർ ലംഘിച്ചു. നളീർ ഗോത്രം 2 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ചു. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയതും അവരെ നാടുകടത്തിയതും. ഇനി എന്തായിരുന്നു ആ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സംഭവം എന്തായിരുന്നു? അതും വളരെ ചുരുക്കി നമുക്കിവിടെ ഒന്ന് പറയാം. ഇതിൻ്റെ വിശദമായ രൂപം 2ാമത്തെ ആയത്ത്, ഈ സൂറത്തിലെ 2ാമത്തെ ആയത്ത് വിശദീകരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വളരെ ചുരുക്കി അതൊന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രദേശത്തേക്ക് 40 അല്ലെങ്കിൽ 70 ആളുകളെ, ഖാരികളായിട്ടുള്ള, ഖുർആൻ നന്നായിട്ട് അറിയുന്ന ആളുകളെ പറഞ്ഞയച്ചു. അവരുടെ ക്ഷണപ്രകാരം, അവർ പറഞ്ഞത് പ്രകാരം. അങ്ങനെ ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ശത്രുക്കൾ ഈ ആളുകളിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരെയും കൊന്നു. ഖാരികളാണ്, ഖുർആൻ പണ്ഡിതന്മാരാണ്, അവരെയാണ് കൊന്നത്. ഒരാൾ അതിൽ ബാക്കിയായി. ആ ആൾ തിരിച്ചു വരുന്ന സമയത്ത്, അതായത് മദീനയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ആ ആൾ 2 പേരെ കണ്ടു. ആ 2 പേരും ഈ ശത്രു സംഘത്തിൽപ്പെട്ട ആളുകളാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെ അദ്ദേഹം കൊന്നു. പക്ഷേ സത്യത്തിൽ ആ 2 പേര് ശത്രു സംഘത്തിലെ ആളുകളായിരുന്നില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഈ കാര്യമൊക്കെ പറഞ്ഞു. പിന്നീട് ആ ഒരു കൊല്ലപ്പെട്ട 2 പേരുടെ ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നഷ്ടപരിഹാരം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുക്കാൻ തയ്യാറായി. കാരണം അവർ യഥാർത്ഥത്തിൽ ശത്രുക്കളല്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട്, ആ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നളീർ ഗോത്രത്തെ ക്ഷണിച്ചു. കാരണം നളീർ ഗോത്രവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ കരാറുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാം. ഈ മരണപ്പെട്ട 2 പേര്, കൊല്ലപ്പെട്ട 2 പേര് നളീർ ഗോത്രമൊന്നുമല്ല. പക്ഷെ എന്നാലും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ നളീർ ഗോത്രത്തെ ക്ഷണിച്ചു. അവരിങ്ങോട്ട് വന്നു. അതിനുശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. നളീർ ഗോത്രത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അവർ താമസിക്കുന്നത് കോട്ടകളാൽ ഭദ്രമാക്കപ്പെട്ട സ്ഥലത്താണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കോട്ടയുടെ അടുത്തിരിക്കുമ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്കിട്ട് കൊല്ലാനാണ് അവർ ശ്രമിച്ചത്. ഇത് വഹയിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തു. ഈ ഒരു സംഭവം കൊണ്ടാണ് അവരെ നാട് കടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ അവരോട് അവിടം വിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അവരതിന് കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അവരുടെ സ്ഥലം ഉപരോധിച്ചു. എന്താണ് ഈ ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ? ഉപരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല. അവർ താമസിക്കുന്ന ആ സ്ഥലം മുഴുവൻ മുസ്ലിങ്ങൾ വലയം ചെയ്യുക, അതിൻ്റെ ചുറ്റും നിൽക്കുക. അവരെ അവിടുന്ന് പുറത്തെങ്ങോട്ടും പോകാൻ സമ്മതിക്കാത്ത രൂപത്തിൽ അവർ താമസിക്കുന്ന ആ സ്ഥലം മൊത്തത്തിൽ മുസ്ലിങ്ങൾ വളഞ്ഞു, അതിൻ്റെ ചുറ്റും നിന്നു. അവിടുന്ന് ഒരാളെയും പുറത്തു പോകാൻ അനുവദിക്കാത്ത രൂപത്തിൽ. സ്വാഭാവികമായിട്ടും അങ്ങനെയാകുമ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഈ ഉപരോധം, അല്ലാതെ യുദ്ധം ചെയ്യലല്ല. അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അവസാനം അവർ തയ്യാറായി, നാട് വിട്ട് പോകാൻ വേണ്ടി അവർ തയ്യാറായി. ഇതാണ് ശരിക്ക് നളീർ ഗോത്രത്തെ നാട് കടത്തിയ സംഭവം. ആദ്യത്തെ 4 ആയത്തുകളിൽ നളീർ ഗോത്രത്തിന് നേരിടേണ്ടി വന്ന ഉപരോധത്തെക്കുറിച്ചും അതിനെ തുടർന്ന് അവർ നാട് വിട്ടു പോയ സംഭവത്തെക്കുറിച്ചും പരാമർശിക്കുന്നു. അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ആളുകളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. വലിയൊരു ഗോത്രമാണവർ, വലിയ അംഗസംഖ്യ, സമ്പത്തിലും സൗകര്യങ്ങളിലും അവർ മുസ്ലിങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. യുദ്ധസജ്ജീകരണങ്ങൾ ഉള്ളവരാണവർ, വളരെ ഭദ്രമായ കോട്ടകൾ ഉള്ളവരാണവർ. ഇതൊക്കെ ഉണ്ടായിട്ടും ഏതാനും ദിവസത്തെ ഉപരോധം അവർക്ക് താങ്ങാനായില്ല. ഒരു യുദ്ധത്തിന് പോലും നിൽക്കാതെ നൂറ്റാണ്ടുകളായി അവർ സ്ഥിരതാമസം ചെയ്തിരുന്ന ദേശം ഉപേക്ഷിച്ച് അവർ നാടുകടത്തലിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇത് മുസ്ലിങ്ങളുടെ ശക്തി കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് ആ നളീർ ഗോത്രം അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും വിരോധം പുലർത്തിയതിൻ്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. അള്ളാഹുവാണ് അവരുടെ മനസ്സിൽ ഭയം കൊടുത്തത്. അള്ളാഹുവിൻ്റെ കഴിവുകളോട് ഏറ്റുമുട്ടാൻ വരുന്ന ആർക്കും ഇതൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുക എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ആയത്തുകൾ. 1-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു,
ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം തന്നെ അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. അവൻ അഗാധജ്ഞനായ പ്രതാപശാലിയത്രേ. രണ്ടാമത്തെ ആയത്തിൽ വേദക്കാരിൽ നിന്ന് അവിശ്വസിച്ചവരെ ഒന്നാമത്തെ തുരത്തലിൽ തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കിയവനാണവൻ. അവർ പുറത്തു പോകുമെന്ന് നിങ്ങൾ ധരിച്ചില്ല. തങ്ങളുടെ കോട്ടകൾ തങ്ങളെ അള്ളാഹുവിൽ നിന്ന് തടുത്ത് രക്ഷിക്കുന്നവയാണെന്ന് അവർ ധരിക്കുകയും ചെയ്തു. എന്നാൽ അവർ കണക്കാക്കാത്ത വിധത്തിൽ കൂടി അള്ളാഹു അവരുടെ അടുക്കൽ ചെന്നു. അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഭീതി ഇട്ടേക്കുകയും ചെയ്തു. തങ്ങളുടെ വീടുകളെ അവർ തങ്ങളുടെ കൈകളാൽ നശിപ്പിച്ചിരിക്കുന്നു, സത്യവിശ്വാസികളുടെ കൈകളാലും നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കാഴ്ചയുള്ള ആളുകളെ നിങ്ങൾ ഉറ്റാലോചിച്ച് നോക്കുവീൻ. അതായത് അവർ അവിടം വിട്ട് പോകുമെന്നുള്ള കാര്യം അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല. സത്യവിശ്വാസികൾക്ക് പോലും അതിൽ അത്ഭുതമുണ്ട്. മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഈ നാട് കടന്നു പോകൽ അവരുടെ മേൽ അള്ളാഹു വിധിച്ച് രേഖപ്പെടുത്തലുണ്ടായിരുന്നില്ലെങ്കിലും ഇഹത്തിൽ വെച്ച് അവരെ അവൻ മറ്റു വിധേന ശിക്ഷിക്കുക തന്നെ ചെയ്യുമായിരുന്നു. പരലോകത്തിൽ നരകശിക്ഷയും അവർക്കുണ്ട്. നാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും അവർ കക്ഷി പിടിച്ച് മത്സരിച്ചത് കൊണ്ടാകുന്നു. അതായത് ആ നളീർ ഗോത്രം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ആ തരത്തിൽ വിരോധം വെച്ച് കക്ഷി മത്സരം നടത്തിയതുകൊണ്ടാണ്. അള്ളാഹുവിനോട് ആരെങ്കിലും കക്ഷി പിടിച്ച് മത്സരിക്കുന്നതായാൽ തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷാ നടപടിയെടുക്കുന്നവനാണ്. അഞ്ചാമത്തെ ആയത്തിൽ യുദ്ധത്തിൻ്റെ അനിവാര്യതയെന്നോണം ശത്രുദേശത്ത് ഉണ്ടാക്കേണ്ടി വരുന്ന നാശനഷ്ടങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കുക എന്നതിൻ്റെ നിർവചനത്തിൽ പെടുകയില്ല എന്ന നിയമം പ്രസ്താവിക്കുന്നു. അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ ഈന്തപ്പനയിൽ നിന്ന് വല്ലതും മുറിക്കുകയോ അല്ലെങ്കിൽ അവയെ അവയുടെ മുരടുകളിൽ നിലകൊള്ളുന്നതായി വിട്ടേക്കുകയോ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരമാകുന്നു. ആ തോന്നിയവാസികളെ അപമാനപ്പെടുത്തുവാൻ വേണ്ടിയുമാകുന്നു. ആറാമത്തെ ആയത്ത് മുതൽ യുദ്ധത്തിൻ്റെയോ സന്ധിയുടെയോ ഫലമായി ഇസ്ലാമിക ഭരണത്തിന് കിട്ടുന്ന ഭൂമിയും ഇതര സ്വത്തുക്കളും എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണമെന്ന് വിശദീകരിക്കുന്നു. ആറാമത്തെ ആയത്തിൽ അവരിൽ നിന്ന് അള്ളാഹു തൻ്റെ റസൂലിന് കൈവരുത്തി കൊടുത്തത്, അതായത് ഫൈ ആക്കി കൊടുത്തത് അതെന്തോ അത് അതിനായി നിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ അല്ലെങ്കിൽ വാഹനങ്ങളെയോ ഒന്നും ഓട്ടുകയുണ്ടായിട്ടില്ല. എങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ മേൽ അവൻ തൻ്റെ റസൂലുകളെ അധികാരപ്പെടുത്തുന്നു. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഏഴാമത്തെ ആയത്തിൽ എന്നുവെച്ചാൽ അള്ളാഹു അവൻ്റെ റസൂലിനെ രാജ്യക്കാരിൽ നിന്ന് കൈവരുത്തി കൊടുത്തത്, ഫൈ ആക്കി കൊടുത്തത് അതെന്തോ അത് അള്ളാഹുവിനും റസൂലിനും അടുത്ത കുടുംബങ്ങൾ, അനാഥകൾ, സാധുക്കൾ, വഴിപോക്കർ എന്നിവർക്കുമുള്ളതാകുന്നു. നിങ്ങളിൽ നിന്നുള്ള ധനികന്മാർക്കിടയിൽ കൈമാറപ്പെടുന്നതാകാതിരിക്കുവാൻ വേണ്ടിയത്രേ അത്. റസൂൽ നിങ്ങൾക്ക് കൊണ്ടുതന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അദ്ദേഹം നിങ്ങളോട് എന്തിനെക്കുറിച്ച് വിരോധിച്ചുവോ അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. നിശ്ചയമായും അള്ളാഹു ശിക്ഷാ നടപടി കഠിനമായവനാകുന്നു. എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അതായത് തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുള്ള മുഹാജിറുകളായ, അതായത് സ്വദേശം വിട്ടുപോയ ദരിദ്രന്മാർക്ക്, അവർക്കാണ് അതിൻ്റെ സ്വത്താവകാശം. അള്ളാഹുവിൽ നിന്നുള്ള ദയയും പൊരുത്തവും തേടിക്കൊണ്ടും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സഹായിച്ചു കൊണ്ടുമിരിക്കവേ അങ്ങനെ പുറത്താക്കപ്പെട്ടവർ, അക്കൂട്ടർ തന്നെയാണ് സത്യവാന്മാർ. ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അവരുടെ മുമ്പായി, അതായത് മുഹാജിറുകളുടെ വരവിന് മുമ്പായി വാസസ്ഥലവും സത്യവിശ്വാസവും സ്വീകരിച്ച് സൗകര്യപ്പെടുത്തി വെച്ചവരും അങ്ങനെയുള്ളവരായ ദരിദ്രന്മാർക്കുമെന്നർത്ഥം. തങ്ങളുടെ അടുക്കലേക്ക് ഹിജ്റ വന്ന, അതായത് നാടുവിട്ട് വന്ന ആളുകളെ അവർ സ്നേഹിക്കുന്നു. തങ്ങൾക്ക് നൽകപ്പെട്ടത് സംബന്ധിച്ച് അവരുടെ നെഞ്ചുകളിൽ, അവരുടെ മനസ്സുകളിൽ യാതൊരാവശ്യവും അവർ കണ്ടെത്തുന്നുമില്ല. തങ്ങളിൽ വല്ല വിടവും, അതായത് വല്ല ദാരിദ്ര്യവും ഉണ്ടായിരുന്നാൽ പോലും അവർ തങ്ങളുടെ ദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഏതൊരുവൻ തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ അഥവാ ആർത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അങ്ങനെയുള്ളവർ തന്നെയാണ് വിജയികൾ. പത്താമത്തെ ആയത്തിൽ അവരുടെ ശേഷം വന്നവരും, അതായത് അവരുടെ ശേഷം വന്നവരായ ദരിദ്രന്മാർക്കും അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വിദ്വേഷവും ഒരു പകയും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ റബ്ബേ, നിശ്ചയമായും നീ വളരെ കൃപയുള്ളവനാണ്, കരുണാനിധിയാണ്. ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നവരായ ആളുകൾക്കും എന്നർത്ഥം. 11 മുതൽ 17 വരെയുള്ള ആയത്തുകളിൽ ബനു നളീർ യുദ്ധവേളയിൽ, അല്ലെങ്കിൽ ബനു നളീറിൻ്റെ ആ ഒരു പുറത്താക്കപ്പെടലിൻ്റെ വേളയിൽ കപടവിശ്വാസികൾ സ്വീകരിച്ച നിലപാടിനെ അവലോകനം ചെയ്യുകയാണ്. അവരുടെ ഈ നിലപാടിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്.
11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നബിയെ, കപടത കാണിക്കുന്നവരെ നീ കണ്ടില്ലേ? വേദക്കാരിൽ നിന്ന് അവിശ്വസിച്ചവരായ തങ്ങളുടെ സഹോദരന്മാരോട് അവർ പറയുന്നു, നിങ്ങൾ പുറത്താക്കപ്പെട്ടുവെങ്കിൽ നിശ്ചയമായും ഞങ്ങളും നിങ്ങളോടൊപ്പം പുറപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ വിഷയത്തിൽ ഒരാളെയും ഒരു കാലത്തും ഞങ്ങൾ അനുസരിക്കുന്നതുമല്ല. നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിലോ നിശ്ചയമായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു, നിശ്ചയമായും അവർ വ്യാജം പറയുന്നവരാകുന്നു എന്ന്. അതായത് ആ കപടവിശ്വാസികൾ ഈ ഗോത്രത്തോട് പറയുന്നത്, നിങ്ങളെങ്ങാനും ആരെങ്കിലും പുറത്താക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല പോവുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരും. ഇനി അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ, മുസ്ലിങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ പോരാടും. ഇതൊക്കെ അവരോട് പറയുന്നുണ്ട്. പക്ഷേ അവരൊന്നും ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരല്ല എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അവർ പുറത്താക്കപ്പെട്ടുവെങ്കിൽ ഇവർ, അതായത് ഈ കപടവിശ്വാസികൾ, അവരൊന്നിച്ച് പുറപ്പെട്ടു പോവുകയില്ല തന്നെ. അവരോട് യുദ്ധം ചെയ്യപ്പെട്ടുവെങ്കിൽ ഇവർ അവരെ സഹായിക്കുകയുമില്ല. അവരെ ഇവർ സഹായിച്ചാൽ തന്നെയും ഇവർ നിശ്ചയമായും പിന്തിരിഞ്ഞോടുന്നതാണ്. പിന്നീട് അവർക്ക് സഹായം ലഭിക്കുന്നതുമല്ല. 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിശ്ചയമായും നിങ്ങളാണ് അവരുടെ നെഞ്ചുകളിൽ, അവരുടെ മനസ്സുകളിൽ അള്ളാഹുവിനേക്കാൾ കഠിനമായി ഭയമുള്ളത്. അത് അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനതയാണെന്നുള്ളത് കൊണ്ടാകുന്നു. 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, കോട്ടയാക്കി ഭദ്രമാക്കപ്പെട്ട രാജ്യങ്ങളിൽ വെച്ചോ അല്ലെങ്കിൽ വല്ല മതിലുകളുടെയും പിന്നിൽ നിന്നോ അല്ലാതെ അവർ ഒരുമിച്ച് യോജിച്ചുകൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. അവർക്കിടയിൽ അവരുടെ സമരശക്തി അഥവാ ശൂരത കടുത്തതാകുന്നു. നീ അവരെ യോജിച്ചവരാണെന്ന് വിചാരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളാകട്ടെ വിഭിന്നങ്ങളാകുന്നു. അത് അവർ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാത്ത ഒരു ജനതയാണെന്നുള്ളത് കൊണ്ടത്രേ. അതായത് അവർക്കിടയിൽ അവർ വളരെയധികം യോജിപ്പാണെന്നൊക്കെ പുറത്തേക്ക് തോന്നിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവർക്കിടയിലുള്ള ആ ഒരു യുദ്ധത്തിന് അവർക്ക് നല്ല ശൂരതയുണ്ട്. പക്ഷേ അതുപോലെ അവർ പുറത്തേക്ക് ശൂരതയില്ലാത്തവരാണ്. 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇവരുടെ സ്ഥിതി അടുത്ത കാലത്ത് ഇവരുടെ മുമ്പുണ്ടായിരുന്നവരുടെ അതേപോലെ തന്നെയാണ്. അവർ തങ്ങളുടെ കാര്യത്തിൻ്റെ ദുഷ്ഫലം ആസ്വദിച്ചു. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. 16-ാമത്തെ ആയത്തിൽ, അതെ, പിശാചിനെ പോലെ അവൻ മനുഷ്യനോട് നീ വിശ്വസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ സന്ദർഭം. എന്നിട്ട് അവൻ, അതായത് മനുഷ്യൻ, അവിശ്വസിച്ചപ്പോൾ ആ പിശാച് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്നും ഒഴിവായവനാണ്, നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നിശ്ചയമായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അങ്ങനെ ഇരുവരുടെയും പര്യവസാനം അവർ രണ്ടുപേരും നിത്യവാസികളായ നിലയിൽ നരകത്തിലാണ് എന്നതായിരുന്നു. അക്രമികളുടെ പ്രതിഫലമത്രേ അത്. അവസാന ഖണ്ഡിക, അതായത് 18-ാമത്തെ ആയത്ത് മുതൽ അവസാന ആയത്ത് വരെയുള്ള ഭാഗങ്ങൾ മുഴുവൻ ഈമാൻ അവകാശപ്പെട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ചേർന്നവരും എന്നാൽ യഥാർത്ഥ വിശ്വാസം ഇല്ലാത്തവരുമായ എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശമാണ്. ഈമാനിൻ്റെ മൗലിക താല്പര്യങ്ങൾ എന്തൊക്കെ, തഖ്വയും അധർമ്മവും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസമെന്ത്, തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഖുർആനിൻ്റെ പ്രാധാന്യമെന്ത്, തങ്ങൾ വിശ്വസിക്കുന്നതായി സമ്മതിക്കുന്ന ദൈവം എന്തെല്ലാം ഗുണങ്ങൾ വഹിക്കുന്നവനാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അതിലവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുമുണ്ട്. 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഓരോ ആത്മാവും, അതായത് ഓരോ ആളും നാളത്തേക്ക് വേണ്ടി താൻ എന്താണ് മുന്നൊരുക്കം ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. 19-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ മറന്നു കളയുകയും അങ്ങനെ അവർക്ക് അവരെ തന്നെ അവൻ മറപ്പിച്ച് കളയുകയും ചെയ്തിട്ടുള്ളവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത്. അങ്ങനെയുള്ളവർ തന്നെയാണ് തോന്നിയവാസികൾ. 20-ാമത്തെ ആയത്തിൽ നരകക്കാരും സ്വർഗ്ഗക്കാരും സമമാവുകയില്ല, സ്വർഗ്ഗക്കാരായുള്ളവർ തന്നെയാണ് ഭാഗ്യവാന്മാർ. 21-ാമത്തെ ആയത്തിൽ ഈ ഖുർആൻ വല്ല പർവ്വതത്തിനും നാം ഇറക്കിക്കൊടുത്തിരുന്നുവെങ്കിൽ വിനയം കാണിക്കുന്നതായും അള്ളാഹുവിനെ പേടിച്ചത് നിമിത്തം പൊട്ടിപ്പൊളിയുന്നതായും അതിനെ നീ കാണുമായിരുന്നു. ആ ഉപമകളെ നാം മനുഷ്യർക്ക് വേണ്ടി വിവരിക്കുകയാണ്, അവർ ചിന്തിക്കുവാൻ വേണ്ടി. 22-ാമത്തെ ആയത്തിൽ താനല്ലാതെ വേറെ യാതൊരു ആരാധ്യനും ഇല്ലാത്തവനായ അള്ളാഹുവത്രേ അവൻ, അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവൻ, അവൻ പരമകാരുണികനാണ്, കരുണാനിധിയാണ്. 23-ാമത്തെ ആയത്തിൽ അതെ, താനല്ലാതെ വേറെ യാതൊരു ആരാധ്യനുമില്ലാത്ത അള്ളാഹുവാണവൻ, അവൻ രാജാധിപതിയാണ്, മഹാപരിശുദ്ധനാണ്, അന്യൂനനാണ് അല്ലെങ്കിൽ രക്ഷയായുള്ളവനാണ്, അഭയം നൽകുന്നവനാണ്, മേൽനോട്ടം ചെയ്യുന്നവനാണ്, പ്രതാപശാലിയാണ്, പരമാധികാരിയാണ്, മഹത്വശാലിയാണ്. അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് എല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അവസാന ആയത്തിൽ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു,
സൃഷ്ടാവായ, നിർമ്മിച്ചുണ്ടാക്കുന്നവനായ, രൂപം നൽകുന്നവനായ അള്ളാഹു അത്രേ അവന് ഏറ്റവും നല്ല ഉത്കൃഷ്ട നാമങ്ങളുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് മുഴുവനും അവന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. അവനത്രേ പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവനും. ഇത്രയുമാണ് ഈ ഒരു സൂറത്തിൻ്റെ ആകത്തുക. ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ പാരായണം കേൾക്കാം. സാധിക്കുന്ന ആളുകൾ കൂടെ പാരായണം ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار. ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار. ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين. وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير. ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. للفقراء المهاجرين الذين أخرجوا من ديارهم
وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ألم تر إلى الذين نافقوا يقولون لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون لئن أخرجوا لا يخرجون معهم ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين
فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم ഇനി ഈ സൂറത്തിൻ്റെ പരീക്ഷ നടക്കും. സാധിക്കുന്ന ആളുകൾ പരീക്ഷയിൽ പങ്കെടുക്കുക. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.